പോകണം. പാലക്കാട് പനയമ്പാടത്ത് 4 കുട്ടികളുടെ ജീവനെടുത്ത അപകട സ്ഥലത്ത് സംയുക്ത സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. അപകട സ്ഥലത്ത് ഗതാഗത മന്ത്രി ഇന്ന് സന്ദർശിക്കും. പ്രദേശത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം തേടി കോൺഗ്രസിന്റെ അനിശ്ചിതകാല സമരം ഇന്നു മുതൽ ആരംഭിക്കും. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഒരു വലിയ ദുരന്തം, അതിന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ്, ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളാണ്. എന്തൊക്കെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ? എന്തൊക്കെ വിലയിരുത്തലുകളാണ് അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്? രഞ്ജിത്ത്, ഇത് ഈ ഒരു മേഖലയിലെ അവസാനത്തെ അപകടമാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് എല്ലാവരും ഇപ്പോൾ ഊർജിതമായിട്ട് ഈ ഒരു മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിന് ശേഷം ഈ ഒരു മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾ, അതായത് ഈ റോഡിന്റെ ഘടന, അതുപോലെ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുവാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു സന്ദർശനം ഇന്ന് മേഖലയിൽ നടക്കും. 11 മണിയോടെയാണ് നടക്കുക. RTO, എൻഫോഴ്സ്മെന്റ് RTO, അതുപോലെ തന്നെ PWD അധികൃതർ, ഒരുപക്ഷെ പോലീസിനെ പ്രതിനിധീകരിച്ച് SPO, DYSP ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇവർ ആ ഒരു മേഖലയിൽ വിശദമായി ശാസ്ത്രീയമായിട്ട് എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കും കളക്ടർക്ക്. കളക്ടർ അതിന് മുകളിൽ നടപടിയെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ നേരത്തെ നാട്ടുകാർ ഉന്നയിച്ച ആ ഒരു മേഖലയിലെ അപകടകരമായ വളവ്, റോഡിന്റെ ചെരിവ്, അതേപോലെ റോഡിൽ വേഗ നിയന്ത്രണങ്ങളില്ലാത്തതിൻ്റെ ഒരു സാഹചര്യം, റോഡിന്റെ പരുക്കൻ പെട്ടെന്ന് പോകുന്ന പ്രശ്നങ്ങൾ തുടങ്ങി അവിടെ തുടർച്ചയായി അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന പലവിധ കാരണങ്ങളുണ്ട്. അതെല്ലാം വിശദമായിട്ട് തന്നെ ഈ ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ച് ഇതിന് പരിഹാരം എന്ത് എന്നതിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. ആ ഒരു മേഖലയിലെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താൽക്കാലികമായ ഒരു കണ്ണിൽ പൊടിയിട്ടലല്ല, മറിച്ച് ശാശ്വതമായ ഒരു പരിഹാരമാണ് അവിടെ ആ ഒരു മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നത്. ഡിവൈഡറുകളും സ്പീഡ് ബ്രേക്കറുകളും ഒക്കെ സ്ഥാപിക്കുമെങ്കിലും അതിനൊരു താൽക്കാലിക പരിഹാരം മാത്രമേ ആകുന്നുള്ളൂ എന്നതാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ റോഡിന്റെ ഘടന തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് NHAയുടെ, ദേശീയപാത അതോറിറ്റിയുടെ അനുവാദം വേണം. അപ്പോൾ അവരുടെ റിപ്പോർട്ടും ആവശ്യമായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യ പടിയാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥ തലത്തിലെ സന്ദർശനം. അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. മരിച്ച കുട്ടികളുടെ വീടുകളിലും അദ്ദേഹം പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഇതിനെ ചൊല്ലി വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് അവിടെ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 8:30ക്കാണ് അത് സമരം ആരംഭിക്കുക. DCC അധ്യക്ഷനാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഒരു അപകടത്തെ സംബന്ധിച്ച് വാഹനങ്ങളുടെ അമിത വേഗതയും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർമാർ അവർക്ക് സംഭവിച്ച പിഴവുകളെക്കുറിച്ച് പോലീസിന് സമ്മതിക്കുകയും അവർക്കെതിരെ നരഹത്യാ കുറ്റം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയല്ല, നരഹത്യാ കുറ്റമാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുപ്രകാരം അവരെ 2 ആഴ്ചത്തേക്ക് റിമാൻഡും ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും ഒട്ടും ആവർത്തിക്കരുത് എന്ന്, എവിടെയും ആവർത്തിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ ദുരന്തത്തിനാണ് കഴിഞ്ഞ ദിവസം കരിമ്പ സാക്ഷ്യം വഹിച്ചത്. ആ ഒരു 4 കുരുന്നുകളുടെ ജീവൻ അതിൻ്റെ വിലയായിട്ടെങ്കിലും ഇനിയുള്ള നടപടികളെ നമുക്ക് സർക്കാർ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ ഇവിടെ സർക്കാർ സ്വീകരിക്കും. അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ സന്ദർശനവും മറ്റും എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. തീർച്ചയായും അനുമോദ് ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അനുമോദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വളരെ വേദനയോടെയാണ് വായിച്ചത്. കാരണം ഇത്രയും വേദനയോടെ കഠിനമായി ഹൃദയമില്ലാതെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഏറെക്കാലം വേട്ടയാടുമെന്നുള്ളത് അതൊരു ഹൃദയവേദനയാണ്. ഇതുപോലെ അനുമോദ സംഭവത്തിൻ്റെ റിപ്പോർട്ടിംഗ് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ്. അവിടെ ഒപ്പമുള്ള കുട്ടികളുടെ വേദന ഒരുപാട് കണ്ട ആളാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വലിയ ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് 4 വിദ്യാർത്ഥിനികളുടെ മരണം.
ശരി അനുമോദ്, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.